Hi friends, Sanas Collections in പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ അമേസിംഗ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനകത്ത് ഓണം റിലേറ്റഡ് കുറച്ച് കളക്ഷൻസ് വരും. കേരള സാരി, കേരള സൽവാർ ആ ഒരു മെറ്റീരിയൽ അല്ല. ഇപ്രാവശ്യം ഓണമൊക്കെ കുറച്ച് ഇങ്ങനെ ഓഫീസുകളിൽ അങ്ങനെ സെലിബ്രേഷൻസ് കുറവായതുകൊണ്ട് നമുക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റിയ എന്നാൽ ആ ഒരു തീമിലുള്ള കുറച്ച് ഡിസൈനർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. ഇത് നമ്മുടെ ആർട്ട് സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ബേജ് കളറിൽ ഹാൻഡ് വർക്ക് വന്നിട്ട് എന്നിട്ട് ഷിഫോൺ ദുപ്പട്ട എംബ്രോയിഡറി വരുന്നത്. അതിന്റെ ഒരു 3 ഡിഫറെന്റ് ടൈപ്പ് പാറ്റേൺ അവൈലബിൾ ആണ്. 1595 ആണ് റേഞ്ച് വരുന്നത്. പിന്നെ ഓഫ് വൈറ്റിൽ തന്നെ കുറച്ചും കൂടെ കൂടിയ മെറ്റീരിയൽ ടിഷ്യൂ കോട്ട ഫാബ്രിക്കിൽ നല്ല ലക്നവി വർക്ക് വന്നിട്ട് അതിനകത്ത് ഹാൻഡ് വർക്ക് വരുന്നത് 2950 റേഞ്ചിലുള്ള മെറ്റീരിയൽസ് വരും. പിന്നെ വരുന്നത് നമ്മൾ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഈ ഫെസ്റ്റീവ് സീസണിൽ ഇതൊന്നും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ പർപ്പസിനും പിന്നീട് യൂസ് ചെയ്യാം. 1495 ആണ് റേറ്റ് വരുന്നത്. കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് പെയിന്റ് വരുന്ന നല്ല ഡിസൈനർ ആയിട്ടുള്ള ഹാൻഡ് പെയിന്റഡ് ദുപ്പട്ടി ഷിഫോൺ ദുപ്പട്ടയും വരുന്ന സൽവാർ സെറ്റ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1495 ആണ്. ഇതിന്റെ 3 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ട് നല്ല എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ജോർജറ്റ് ദുപ്പട്ടയും വരുന്ന 2275 റേഞ്ചിലുള്ള. ഇത് ഈ ഒരു ഒറ്റ കളറിൽ മാത്രമേ ഉള്ളൂ. കസ്റ്റമർ ഓൺ ഡിമാൻഡിൽ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്റ്റോക്ക് ചെയ്തതാണ് സൽവാർ സെറ്റ്. പിന്നെ വരുന്നത് ഇത് നമ്മൾ കസ്റ്റമർ ഓൺ ഡിമാൻഡിൽ ബ്ലാക്ക് വേണം എന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് ക്രോസ് സ്റ്റിച്ചിന്റെ ദുപ്പട്ട ഹാൻഡ് വർക്ക് ചെയ്ത ജോർജറ്റ് ടോപ്പും ക്രോസ് സ്റ്റിച്ച് ബോർഡർ വരുന്ന ദുപ്പട്ടയും വരുന്നത് 2275 റേഞ്ചിലുള്ള സൽവാർ സെറ്റ്. പിന്നെ വരുന്നത് ഇതും നമ്മൾ കസ്റ്റമർ ഓൺ ഡിമാൻഡിൽ തന്നെ ചെയ്തതാണ്. ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ഹാൻഡ് വർക്ക് വന്നിട്ട് എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയും വരുന്നത് 2095 റേഞ്ചിലുള്ള 4 ഡിഫറെന്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള സൽവാർ സെറ്റ്. അടുത്തതും ഒരു എവർ ടൈം ഹിറ്റ് ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ്. ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ലക്നവി ഹാൻഡ് ലക്നവി വർക്കും മിറർ വർക്കും വരുന്ന 2390 റേഞ്ചിലുള്ള 5 ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം ഫെസ്റ്റീവ് കളക്ഷൻസ് തന്നെ കാണാം. നല്ല ഓഫ് വൈറ്റ് ബേജ് കളർ ഫാബ്രിക്കിൽ ഇത് ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. അതിനകത്ത് നല്ല ഡിസൈനർ ആയിട്ടാണ് നമ്മൾ ഈ സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലക്നവി വർക്കാണ് വരുന്നത്. ലക്നവി വർക്ക് 2 സൈഡിലും വന്നിട്ട് ഇങ്ങനെ വരും. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ 2 സൈഡിലും ഈ ലക്നവി വർക്കാണ് വരുന്നത്. നല്ല ഫൈൻ ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. പിന്നെ അതിന്റെ മിഡിൽ പോർഷനിൽ ഇങ്ങനെ ഒരു മിഡിൽ പോർഷനെയും സെന്റർ പോർഷനെയും സൈഡ് പോർഷനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെന്റർ പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് കട്ട് ബീഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ പേൾ വർക്ക് വന്നിട്ടുണ്ട്. സർദോസി വർക്ക് ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പിന്നെ നല്ല ക്രോഷോ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഡിസൈനർ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. ഇത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടും എന്നാൽ റെഗുലർ വെയർ ആയിട്ടും ഓണം സെലിബ്രേഷൻ അങ്ങനെയുള്ള ഇതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2950 ആണ്. ഇതിന്റെ ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ദുപ്പട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെയിം ഫാബ്രിക്കിൽ തന്നെ ടിഷ്യൂ കോട്ട. ടിഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സെൽഫായിട്ട് ചെറിയൊരു ഗ്ലേസിങ് വരും. അതിനകത്ത് ഈ സെയിം വർക്ക് തന്നെ ദുപ്പട്ടയുടെ ഒരു സൈഡില് ബോർഡർ നല്ല രസമായിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം വർക്ക് തന്നെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 സൈഡിലും ക്രോഷ്യോ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ മോട്ടീവ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരും. നല്ല നമുക്ക് ഒരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഫംഗ്ഷൻ, എൻഗേജ്മെന്റ് ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എലഗന്റ് ആണ്. പ്ലസ് നമുക്ക് ഓണം പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റേറ്റ് വരുന്നത് 2950. ഇതിനകത്ത് നെക്സ്റ്റ് വൺ വരുന്നത് പാറ്റേൺ എല്ലാം സെയിം തന്നെ, വർക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ടിഷ്യൂ കോട്ട തന്നെയാണ് ഫാബ്രിക് വരുന്നത്. അതിനകത്ത് സെൻട്രൽ പോർഷന് ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് ബാക്കി താഴേക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നു. പിന്നെ സൈഡിലെ 2 പോർഷനിലും ലക്നവി വർക്ക് സിമിലർ ആയിട്ടുള്ള, അതായത് ഹാൻഡ് ലക്നവി വർക്ക് അല്ല, മെഷ്യൻ വർക്കാണ്. ലക്നവി വർക്കിന് സിമിലർ ആയിട്ടുള്ള മെഷ്യൻ വർക്കാണ് വരുന്നത്. ഇങ്ങനെ സെൻട്രൽ പോർഷനിൽ ഇതിൽ വരുന്ന ഹാൻഡ് വർക്ക് പേളും സർദോസി വർക്കും ഒക്കെ തന്നെയാണ്. പക്ഷെ ആ പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരും.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. നെക്കില് ചെറിയ ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെന്റർ പോർഷനെയും സൈഡ് പോർഷനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ ഒരു ക്രോഷ്യോ ലേസ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ട പാറ്റേൺ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടിഷ്യൂ കോട്ട സിൽക്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നത്. അതിന്റെ രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് സെന്റർ പോർഷൻ ഫുള്ള് ചെറിയ 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 മോട്ടീവ്സ് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. നമുക്ക് ഫെസ്റ്റീവ് കളക്ഷൻ ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യുന്ന ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബോട്ടം വരുന്നത് സാൻഡൂൺ ബോട്ടം ആണ്. ബേജ് കളറിൽ തന്നെയുള്ള സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത്. 2.5 മീറ്റർ ഉണ്ട് ബോട്ടം. ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം 2.5 മീറ്റർ ആണ്. 2950 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് നമ്മൾ ഓണം കളക്ഷൻ തന്നെ ബഡ്ജറ്റ് ബൈ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. അതിനകത്ത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നതുകൊണ്ട്, എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നതുണ്ട്. എല്ലാത്തിന്റെയും ഒരു സെമി സിൽക്ക് ആണ് ടോപ്പ് വരുന്നത്. എന്നിട്ട് ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ട വന്നിട്ട് അതിൽ എംബ്രോയിഡറി ആണ് വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് ഇത് ആർട്ട് സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. ഈ ഫാബ്രിക് നമ്മൾ മിക്കവാറും കാണാറുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതിനകത്ത് ചെറിയൊരു സെൽഫ് പ്രിന്റ്സ് ഒരു ബോക്സ് പാറ്റേൺ പോലെയുള്ള സെൽഫ് പ്രിന്റ്സ് വരുന്നുണ്ട്. പിന്നെ ഈ മെറ്റീരിയലിന്റെ യോക്കില് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. ബേജ് കളറാണ് മെറ്റീരിയലിന് വരുന്നത്. എന്നിട്ട് ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഹാൻഡ് വർക്ക് ആണ് യോക്കിൽ ഫുള്ള് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ തന്നെയുള്ള കോട്ടൺ സിൽക്ക് ബോട്ടം ആണ് വരുന്നത്. ബോട്ടം ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ നല്ല ഷിഫോൺ, നല്ല തിന്നായിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ്. ആ ദുപ്പട്ടയുടെ 4 സൈഡിലും ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദുപ്പട്ടയിലെ എംബ്രോയിഡറി നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി, അതിനകത്ത് ലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. ദുപ്പട്ടയൊക്കെ വെയർ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് 1 സൈഡ് ആയിട്ടോ 2 സൈഡ് ആയിട്ടോ ഒക്കെ വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. റേറ്റ് വരുന്നത് 1595. ഇതിനകത്ത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എംബ്രോയിഡറി വരുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേണിൽ ബോർഡർ ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് ഫ്രഞ്ച് നോട്ട്സ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ വരും. ഇതിനകത്തേയും കോമ്പിനേഷൻസ് സെയിം തന്നെ. ഇത് മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് ആണ്. മെറ്റീരിയൽ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ബേജ് കളറുള്ള സെമി സിൽക്ക് ടോപ്പ്. അതിനകത്ത് ഇങ്ങനെ ഈ ഒരു പാറ്റേണിലുള്ള ഒരു സ്ക്വയർ പാറ്റേണിൽ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നു. അതിനകത്ത് ഫ്രഞ്ച് നോട്ട്സ് വന്നിരിക്കുന്നു. ഹാൻഡ് വർക്കിലെ കോമ്പിനേഷൻസ് ഓഫ് വൈറ്റ്, ബേജ്, ഗ്രീന്, ഈ ഒരു കോമ്പിനേഷൻ ആണ്. ഓണം റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് നല്ല ഓഫ് വൈറ്റ് കളറിലുള്ള ഷിഫോൺ ദുപ്പട്ടയിൽ ഫുള്ള് ഇങ്ങനെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വരുന്നു. വളരെ തിന്നായിട്ടുള്ള നല്ല ദുപ്പട്ടയാണ്. നല്ല ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. നല്ല ഫൈൻ ആയിട്ടുള്ള വർക്കുമാണ്. ദുപ്പട്ടയുടെ 4 സൈഡിലും ക്രോഷ്യോ ബോർഡർ വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ തന്നെയുള്ള കോട്ടൺ സിൽക്ക് ബോട്ടം ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1595 ആണ്. ഇതിന്റെ എല്ലാ മൾട്ടിപ്പിൾ പീസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് നെക്സ്റ്റ് പാറ്റേൺ ഓഫ് വർക്ക് വരുന്നത് അതും ഹാൻഡ് വർക്ക് തന്നെയാണ്. കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് ആണ്. മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കില്, ബേജ് കളറുള്ള ഫാബ്രിക്കില് ഇങ്ങനെ യോക്കിലായിട്ട് ഹാൻഡ് വർക്ക് വരുന്നു. ഈ പാറ്റേൺസ് എല്ലാം നമ്മൾ നേരത്തെ പല സൽവാസിൽ കണ്ടിട്ടുള്ളതാണ്. അതെല്ലാം കൂടെ നമ്മൾ ഓണം കളക്ഷന് വേണ്ടി ഏറ്റവും ഫീഡ്ബാക്ക് റെസ്പോൺസ് കിട്ടിയ പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ 2 ബൂട്ടാസ്, വലിയ ബൂട്ടാസ് ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. പിന്നെ 2 ചെറിയ ബൂട്ടാസ് ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നിരിക്കുന്നു. ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ബോട്ടം തന്നെയാണ് വരുന്നത്. ഓഫ് വൈറ്റ് കളറുള്ള കോട്ടൺ സിൽക്ക് ബോട്ടം. ഇതിന്റെ ദുപ്പട്ട, ഇനി ഷിഫോൺ ദുപ്പട്ട ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒരു സെമി ചന്തേരി ഫാബ്രിക്കിലാണ് ഇതിന്റെ ദുപ്പട്ട അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. സെമി ചന്തേരി ഫാബ്രിക്കില്, ഓഫ് വൈറ്റ് കളറുള്ള സെമി ചന്തേരി ഫാബ്രിക്കില് ഇങ്ങനെ ബേജ് കളറുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഫുൾ എംബ്രോയിഡറി ആണ് ദുപ്പട്ടയിൽ ഫുള്ള് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്, മെറ്റീരിയലും ആണ്, ഹാൻഡ് വാഷ് ആണ്. അപ്പൊ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഇത് വളരെ കംഫർട്ടബിൾ ആണ്. റേറ്റ് വരുന്നത് 1500. അടുത്തത് നമുക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു ഫാബ്രിക് ആൻഡ് വർക്ക് ആണ് ഇത്. ഓഫ് വൈറ്റ് കളറുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹാൻഡ് വർക്ക്, നല്ല മൾട്ടി കളർ ഹാൻഡ് വർക്ക് ആണ്. നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക്. അതിനകത്ത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫെസ്റ്റീവ് കളക്ഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഓണം പർപ്പസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അതിലേക്ക് പോകുകയും വേണ്ട. എന്നാൽ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്. ഓഫ് വൈറ്റ് കളറിലുള്ള സാൻഡൂൺ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണ് ഭയങ്കര എലഗന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയിൽ, ഓഫ് വൈറ്റ് കളറിലുള്ള ദുപ്പട്ടയിൽ ഈ സെയിം കോമ്പിനേഷനിൽ തന്നെയുള്ള ഫുൾ എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ കളർ കോമ്പിനേഷൻസ്, ആ എംബ്രോയിഡറിയുടെ പാറ്റേണും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇതിന്റെ റേറ്റ് വരുന്നത് 2275 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ വരും.
ഈ ഒരു കളക്ഷനും നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ബ്ലാക്ക് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്ലാക്ക് നമ്മൾ മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പാറ്റേൺ എല്ലാം സെയിം തന്നെ ജോർജറ്റ് ഫാബ്രിക്കിൽ ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് ഫ്രഞ്ച് നോട്ട്സ് ആണ് വരുന്നത്. അതിന്റെ നടുക്കായിട്ട് സീക്വൻസ് വർക്ക് വരുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പ്യുവർ ബ്ലാക്ക് കളറുള്ള ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഈ 3 കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. യോക്കിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് ബൂട്ടാസ് ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പക്ഷെ ഭയങ്കര എലഗന്റ് ആണ്. ബ്ലാക്ക് കളറിലുള്ള സാൻഡൂൺ ബോട്ടം ആണ് ഇതിന് വരുന്നത്. ദുപ്പട്ട ഭയങ്കര എലഗന്റ് ആണ്. ദുപ്പട്ടയുടെ 2 ബോർഡറിൽ നല്ല ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച്, മെറൂൺ, ഗ്രീൻ കോമ്പിനേഷനിലുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് ദുപ്പട്ടയുടെ 2 ബോർഡറിലും വരുന്നത്. പിന്നെ ഓൾ ഓവർ ദ ദുപ്പട്ട ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വരുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ട്. ബ്ലാക്ക് അന്ന് എനിക്ക് ഒരുപാട് പേരോട് ബ്ലാക്ക് കഴിഞ്ഞു എന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ട് ബ്ലാക്ക് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 2275. അടുത്തത് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഹാൻഡ് വർക്ക് കളക്ഷൻസ് തന്നെയാണ്. ഇതിന്റെ 4 ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത്. ബ്ലാക്ക്, നേവി ബ്ലൂ, ഗ്രീൻ ആൻഡ് പർപ്പിൾ 4 ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. നല്ല മൈൽഡ് ആയിട്ട് നല്ല രസമായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ കളറാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നേവി ബ്ലൂ കളറിലുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ ഇങ്ങനെ യോക്കിലെ എംബ്രോയിഡറി സെയിം തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. കളർ കോമ്പിനേഷൻസ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇത് നേവി ബ്ലൂവിന്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്ന പിങ്ക് ആണ്. ലൈറ്റ് പിങ്ക് ആൻഡ് അതിലും ലൈറ്റ് ആയിട്ടുള്ള ബേബി പിങ്ക്, ഈ 2 പിങ്കിന്റെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒലീവ് ഗ്രീൻ ആണ് അതിന്റെ ആ സ്റ്റെമ്മിന്റെ കളർ വന്നിരിക്കുന്നത്. ലീഫ് ആൻഡ് സ്റ്റെം വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ നമ്മൾ പെയർ ചെയ്തേക്കുന്ന ബോട്ട് നേവി ബ്ലൂ കളറിൽ തന്നെയുള്ള സാൻഡൂൺ ബോട്ടാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതിനെ കുറച്ചുള്ള ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പീച്ച് കളറിലുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. നല്ല പ്യോർ ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ജോർജറ്റ് തന്നെയാണ് ദുപ്പട്ടയുടെ ഫാബ്രിക്. അതിനകത്ത് സെൽഫ് കളറിലുള്ള ത്രെഡും പിന്നെ നേവി ബ്ലൂ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നേവി ബ്ലൂ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഫുൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ്. എന്നിട്ട് നേവി ബ്ലൂ കളറിലുള്ള ക്രോഷ്യോ ലേസ് ആണ് ദുപ്പട്ടയുടെ 4 സൈഡിലും വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. റേറ്റ് വരുന്നത് 2390. ഇതിനകത്തെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ബോട്ടിൽ ഗ്രീനും ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള എംബ്രോയിഡറി ആണ് യോക്കിൽ വരുന്നത്. ഹാൻഡ് വർക്ക് ആണ് വരുന്നത്. ഒലിവ് ഗ്രീന് പിന്നെ ഗ്രീനിന്റെ 2 ഷെയ്ഡ്സ് ആണ് എംബ്രോയിഡറിയിൽ വന്നിരിക്കുന്നത്. സെയിം ബോട്ടിൽ ഗ്രീൻ കളറിൽ തന്നെയുള്ള സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ഒരു പാസ്റ്റൽ ഷെയ്ഡിലുള്ള ഗ്രീൻ ദുപ്പട്ടയാണ് വരുന്നത്. അതിനകത്ത് സെയിം കളർ ത്രെഡ് വെച്ചിട്ടുള്ള നല്ല ഫൈൻ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഓൾ ഓവർ ദി ദുപ്പട്ട വരുന്നത്. പിന്നെ ഡാർക്ക് ഗ്രീൻ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഡാർക്ക് ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ 4 സൈഡിലും ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ക്രോഷോ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. ലൈറ്റ് പർപ്പിൾ നമുക്ക് പറയാൻ പറ്റും. ലൈറ്റ് പർപ്പിൾ ഷെയ്ഡില് നമ്മുടെ കോമ്പിനേഷൻ വരുന്നത് ലാവെൻഡർ ആണ് കോമ്പിനേഷൻ വരുന്നത്. പർപ്പിളിന്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് വരും ലാവെൻഡറിന്റെ 2 ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്നത്. ഒലീവ് ഗ്രീൻ കളർ തന്നെയാണ് സ്റ്റെമ്മിനും ലീഫിനൊക്കെ വന്നിരിക്കുന്നത്. സെയിം കളറിൽ തന്നെയുള്ള സാൻഡൂൺ ബോട്ടം വന്നിരിക്കുന്നു. ലാവെൻഡർ കളറിലുള്ള ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയിൽ സെയിം കളറിൽ തന്നെയുള്ള ത്രെഡ് വെച്ചിട്ടുള്ള സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് ഫുള്ള് വന്നിരിക്കുന്നത്. നല്ല ഫൈൻ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഓൾ ഓവർ ദ ദുപ്പട്ട. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർപ്പിൾ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ സെയിം കളറിലുള്ള ക്രോഷോ ലേസ് ആണ് ദുപ്പട്ടയുടെ 4 സൈഡിലും കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് ലാസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ്. എവർ ടൈം ഹിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് പിങ്ക്. അതിനകത്ത് പിങ്ക് കളറിലുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക്. പിങ്കിന്റെ 2 ഷെയ്ഡ്സ് ആണ് ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒലിവ് ഗ്രീൻ ഷെയ്ഡും വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ബ്ലാക്ക് കളർ തന്നെയുള്ള സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ നല്ല ഒനിയൻ പിങ്ക് ഷെയ്ഡിലുള്ള ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയിൽ സെയിം കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി. അതിനകത്ത് ബ്ലാക്ക് കളർ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 2095 ആണ്. ഞാൻ എപ്പോഴും 2395 എന്ന് അറിയാതെ പറഞ്ഞു എന്ന് തോന്നുന്നു. 2095 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള 4 കോമ്പിനേഷൻസ്. നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. അതിനകത്ത് ഹാൻഡ് പെയിന്റ്സ് ആണ് വരുന്നത്. നല്ല വൈറ്റ് കളറിലുള്ള മിൽക്കി വൈറ്റ് കളറിലുള്ള കോട്ടൺ ഫാബ്രിക്കിൽ
ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് ഉള്ള ഹാൻഡ് വർക്ക് ആണ്, ഹാൻഡ് പെയിന്റ് ആണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഓഫ് ആയിട്ടുള്ള പിങ്കിന്റെ കോമ്പിനേഷൻ വരുന്ന ഹാൻഡ് പെയിന്റ് ആണ്. ഇങ്ങനെ വരും. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. അതിനകത്ത് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനില് ഹാൻഡ് പെയിന്റ് ആണ് ടോപ്പിന്റെ ഫ്രണ്ട് ഫുള്ള് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഹാൻഡ് പെയിന്റ്. അതിനകത്ത് ചെറിയ ആപ്ലിക് വർക്കും വരുന്നുണ്ട്, ഇടയ്ക്കായിട്ട് ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ആ ആപ്ലിക് വർക്കിന്റെ മുകളിലായിട്ട് ചെറിയ മുക്കേഷ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ്. ഇതിന്റെ കൂടുതൽ പെയർ ചെയ്തേക്കുന്ന ബോട്ടം വരുന്നത് നല്ല പിങ്ക് കളറിലുള്ള കോട്ടൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ പ്യുവർ ഷിഫോൺ ദുപ്പട്ടയാണ്. ഈ സെയിം കളറിൽ തന്നെയുള്ള പ്യുവർ ഷിഫോൺ ദുപ്പട്ടയില് ഫുൾ ഹാൻഡ് പെയിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ സെയിം കോമ്പിനേഷനിൽ തന്നെയുള്ള നല്ല ഹാൻഡ് പെയിന്റ്. ഇതൊരു റീസ്റ്റോക്ക് പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ടായിരുന്നു. നേരത്തെ ഒരിക്കലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര റിച്ച് ആൻഡ് എലഗന്റ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു സൽവാർ സെറ്റ് ആണ്. റേറ്റ് വരുന്നത് 1490. ഇതിന് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ ആണ്. കോമ്പിനേഷൻ വരുന്നത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ്. ഞാൻ മുമ്പേ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഇതിന്റെ ബാക്ക് സൈഡിലും ഈ ഹാൻഡ് പെയിന്റ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ആപ്ലിക് വർക്ക് ഇല്ലെന്നേ ഉള്ളൂ. ഹാൻഡ് പെയിന്റ്സ് ഗ്രീൻ കളറിലുള്ള ഹാൻഡ് പെയിന്റ്സ് ആണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ്. ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ആപ്ലിക് വർക്ക് വരുന്നുണ്ട്, മുക്കേഷ് വർക്ക് വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് സെറ്റുമാണ് വരുന്നത്. ബ്ലൂ കളറിലാണ് കോട്ടൺ ബോട്ടം വരുന്നത്. ദുപ്പട്ട നമുക്കറിയാം ഷിഫോൺ ദുപ്പട്ടയിൽ ഈ സെയിം കോമ്പിനേഷനിൽ തന്നെയുള്ള ഹാൻഡ് പെയിന്റ്സ് ആണ് ഓൾ ഓവർ ദ ദുപ്പട്ട വരുന്നത്. റേറ്റ് വരുന്നത് 1000 ഇങ്ങനെ വരും. 1495 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതൊരു പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ഡാർക്ക് ആയിട്ടുള്ള പീച്ചാണ്. ഡാർക്ക് പീച്ച് ഓഫ് വൈറ്റിനകത്ത് ഈ ഡാർക്ക് പീച്ച് കോമ്പിനേഷനിൽ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഹാൻഡ് പെയിന്റ്സ് വരുന്നു. അതിനകത്ത് ആപ്ലിക് വർക്ക് വരുന്നു. ഡാർക്ക് പീച്ച് കളറിലുള്ള കോട്ടൺ ബോട്ടം ആണ് വരുന്നത്. പിന്നെ ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ഫുൾ ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുന്ന നല്ല പ്യുവർ ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ദുപ്പട്ട കാണാനായിട്ട്. ഇങ്ങനെ വരും. റേറ്റ് വരുന്നത് 1495. അടുത്തത് നമുക്ക് എവർ ടൈം ഹിറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സൽവാർസ് ആണ്. ജോർജറ്റ് ഫാബ്രിക്കില് നല്ല ഹാൻഡ് ലക്നവി വർക്ക് വരുന്ന സൽവാർ സെറ്റ് ആണ്. ഇതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. കളേഴ്സ് സെയിം തന്നെയാണ് ഇതിലും വരുന്നത്, പക്ഷെ വർക്ക് ഡിഫറെന്റ് ആണ്. ഇതൊരു ലൈറ്റ് ലാവൻഡർ ആണ് ഷെയ്ഡ് വരുന്നത്. ലാവൻഡർ ഷെയ്ഡിലെ ഹാൻഡ് ലക്നവി വർക്കാണ് ടോപ്പിൽ ഫുള്ള് വരുന്നത്. ഇങ്ങനെ നെക്ക് പാറ്റേൺ, നെക്ക് ആൻഡ് യോക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. നെക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു വി ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഹാൻഡ് ലക്നവി വർക്ക്. പിന്നെ അതിനകത്ത് ഇങ്ങനെ സിൽവർ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി ഇടയ്ക്കൂടെ കയറി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഫോയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. മിറർ അല്ല, ഇത് ഫോയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓൾ ഓവർ ദ ടോപ്പ് ചെറിയ ലക്നവി ബൂട്ടാസ് വന്നിട്ടുണ്ട്. ഓരോ ഇതിന്റെ അകത്തും സെൻട്രൽ പോർഷനിൽ ഫോയിൽ വർക്കും പിന്നെ സിൽവർ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു കവറിങ്ങും അതിന് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡ് വരുന്നത്. ലാവൻഡർ കളറിൽ പ്ലെയിൻ സെയിം ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത്. സെയിം കളറിലുള്ള സാൻഡൂൺ ബോട്ടം ആണ് വരുന്നത്. ദുപ്പട്ടയിലേക്ക് വരുമ്പം സെയിം കളർ ആൻഡ് ഫാബ്രിക്കിലുള്ള ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഈ ലൈറ്റ് ലാവൻഡർ കളറിലുള്ള ദുപ്പട്ടയില് ലക്നവി ബൂട്ടാസ് ആണ് ഓൾ ഓവർ ദ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ 4 സൈഡിലും ഓഫ് വൈറ്റ് കളറിലുള്ള നല്ല ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എവർ ടൈം ഹിറ്റ് ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ്. 2390 ആണ് ഇതിന്റെ റേറ്റ്. ഇതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ ആണ്. ഗ്രേ ആൻഡ് അതിനകത്ത് ലക്നവി വർക്കാണ് വരുന്നത്. നമ്മൾ കണ്ട സെയിം പാറ്റേൺ തന്നെ ഗ്രേ കളറിലുള്ള ലക്നവി വർക്ക് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കില് ചെറിയ ഫോയിൽ വർക്ക്. അതിനകത്ത് ഇങ്ങനെ അതിനെ കവർ ചെയ്യാനായിട്ട് സിൽവർ കളർ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. പിന്നെ ടോപ്പിന്റെ ഫ്രണ്ട് ഫുൾ ഇങ്ങനെ ലക്നവി ബൂട്ടാസ് വരുന്നു. പാറ്റേൺ സെയിം തന്നെ, കളർ മാത്രമേ ഡിഫറൻറ്റ് ഉള്ളൂ. ഗ്രേ കളറിലുള്ള സാൻഡൂൺ ബോട്ടം വരുന്നു. ഗ്രേ കളറിലുള്ള ജോർജറ്റ് ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ ലക്നവി ബൂട്ടാസ് വന്നിരിക്കുന്നു. പിന്നെ അതിന്റെ 4 സൈഡിലും ക്രോഷ്യോ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് പിങ്ക് ആണ് കളർ വരുന്നത്. നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഇങ്ങനെ ലക്നവി ബൂട്ടാസ് വരുന്നു. നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ലക്നവി വർക്ക്, നെക്ക് ലൈന് ഒക്കെ വന്നിരിക്കുന്നു. പിന്നെ സാൻഡൂൺ ബോട്ടം സെയിം കളറിൽ തന്നെയുള്ള സെയിം കളറിലും ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയിൽ ഇങ്ങനെ ലക്നവി ബൂട്ടാസ് വരുന്നു. ദുപ്പട്ടയുടെ 4 സൈഡിലും ക്രോഷ്യോ ലേസ് കൊടുത്തിരിക്കുന്നു. 2390 ആണ് റേറ്റ് വരുന്നത്. ഇതിനകത്ത് നെക്സ്റ്റ് കളർ വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ, കളർ ഷെയ്ഡ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇങ്ങനെ വരുന്നു. പാറ്റേൺ എല്ലാം സെയിം തന്നെ. സാൻഡൂൺ ബോട്ടം 2.5 മീറ്റർ.
പേസ്റ്റൽ പിസ്ത ഗ്രീൻ ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള സാൻഡൂൺ ബോട്ടം വരുന്നു. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ദുപ്പട്ടയ്ക്കകത്ത് ഇങ്ങനെ ലക്നവി ബൂട്ടാസ് വന്നിരിക്കുന്നു. 4 സൈഡിലും ക്രോഷോ ലേസ് വന്നിരിക്കുന്നു. റേറ്റ് 2390. ലാസ്റ്റ് കളർ വരുന്നത് പീച്ചാണ് ഷെയ്ഡ് വരുന്നത്. നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത്. ഒരുപാട് ബ്രൈറ്റ് ഷെയ്ഡ്സ് ലക്നവിയിൽ അങ്ങനെ വരാറില്ല ഒരിക്കലും. ഇങ്ങനെ വരുന്നു. പിന്നെ ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ സെയിം പാറ്റേൺ തന്നെ നെക്ക് ലൈൻ വന്നിരിക്കുന്നു. പിന്നെ ഹെവി ആയിട്ടുള്ള വർക്ക് യോക്കിൽ വരുന്നു. പിന്നെ ഫുൾ ലക്നവി ബൂട്ടാസ് സെയിം കളറിലുള്ള സാൻഡൂൺ ബോട്ടം വരുന്നു. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ലൈറ്റ് പീച്ച് കളറിലുള്ള ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയിൽ ഫുൾ ലക്നവി ബൂട്ടാസ് 4 സൈഡിലും ക്രോഷ്യോ ബോർഡർ വരുന്നു. റേറ്റ് വരുന്നത് 2390. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ട വെറൈറ്റി ആയിട്ടുള്ള സൽവാർ സെറ്റ്സിന്റെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.